കർക്കിടക മാസത്തിൽ മരുന്ന് കഞ്ഞി ഉണ്ടാക്കി കുടിക്കാത്ത മലയാളികൾ അപൂർവമാണ് അല്ലേ. സാധാരണ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും മരുന്ന് കഞ്ഞിയുടെ കിറ്റ് മേടിച്ചിട്ടാണ് കഞ്ഞി ഉണ്ടാക്കാറുള്ളത്. ഇന്നിപ്പോൾ പത്തലകളൊക്കെ പറിച്ചിട്ട് ഇത്തിരി വെറൈറ്റി ആയിട്ടും ആർഭാടമായിട്ടൊക്കെ മരുന്ന് കഞ്ഞി ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു. പണ്ടത്തെ പോലെ ദശപുഷ്പവും പത്തലയൊക്കെ കിട്ടൽ ഈസി അല്ല ഇന്നത്തെ കാലത്ത്. അതുകൊണ്ട് തന്നെ കിട്ടിയ ഇലകളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കഞ്ഞി ഉണ്ടാക്കുന്നത്. മരുന്ന് കഞ്ഞിയുടെ കിറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്രാവശ്യമുള്ള കിറ്റിൽ ഞവരരി ഉണ്ട്, ചെറുപയറുണ്ട്, സൂചി ഗോതമ്പ്, ഉലുവ, പിന്നെ ഔഷധക്കൂട്ട്, ഒരുപാട് മെഡിസിനൽ വാല്യൂവും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ള ഞവരരി വെച്ചിട്ടാണ് കർക്കിടക കഞ്ഞി സാധാരണ ഉണ്ടാക്കാറുള്ളത്. ഞവരരിയൊക്കെ കുറച്ച് അളവ് കുറച്ചിട്ടാണ് ചെറുപയറിൻ്റെ അത്ര അളവ് തന്നെ സൂചി ഗോതമ്പ് ഞാൻ എടുക്കുന്നുണ്ട്. ഉലുവ വളരെ കുറച്ചെടുത്താൽ മതി കേട്ടോ. അധികം ആയിക്കഴിഞ്ഞാൽ കഞ്ഞിക്കൊരു കയ്പ്പ് വരും. ഞവരരി വേവാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. മരുന്ന് കഞ്ഞി ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഈ കർക്കിടക കഞ്ഞിയുടെ കിറ്റ് ഓരോ ബ്രാൻഡ്സും മാർക്കറ്റിലൊക്കെ ഇറക്കുന്നതിന് മുമ്പ് നമ്മുടെയൊക്കെ വീടുകളിൽ കർക്കിടക കഞ്ഞി ഉണ്ടാക്കിയിരുന്ന ഒരു രീതി വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ പറിച്ച ഇലകളൊക്കെ കൂടി നന്നായിട്ട് വാഷ് ചെയ്ത് മിക്സിയിൽ അരിച്ചെടുത്തു. നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള ഞവരരി, ചെറുപയർ, ഉലുവ എല്ലാം കൂടി ആദ്യം തന്നെ കുക്കറിൽ പകുതി വേവിച്ചെടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച പത്തലയുടെ നീരും കൂടി ഒഴിച്ച് വീണ്ടും വേവിക്കുകയാണ് ചെയ്യണത്. പത്തലകളെല്ലാം ഒന്നും എനിക്ക് കിട്ടിയില്ല, അവൈലബിൾ ആയിട്ടുള്ള വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. മരുന്ന് കഞ്ഞിയുടെ കിറ്റിൽ ഔഷധ ചൂർണ്ണങ്ങളുടെ ഒരു പാക്കറ്റും കൂടി ഉണ്ട്. അതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് നമുക്ക് വേവിക്കാം കേട്ടോ. ഓൾറെഡി പത്തലയുടെ നീരിലാണ് വേവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ഇത്തിരി ഔഷധ ചൂർണ്ണം മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. അരി നല്ലപോലെ വെന്ത് കഴിയുമ്പോൾ തേങ്ങാപ്പാലും കൂടി ഒഴിക്കണം. ഇതിലേക്ക് ഇന്ദുപ്പാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് ടേസ്റ്റിന് വേണ്ടിയിട്ട്. ടേസ്റ്റ് കൂടാനായിട്ട് ചിലർ നെയ്യിൽ ചെറിയുള്ളി മൂപ്പിച്ച് ഇതിലേക്ക് ഇടാറൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. കർക്കിടക കഞ്ഞി എപ്പോൾ കുടിക്കണം എന്നുള്ള കാര്യത്തിൽ ആളുകൾക്ക് സംശയമുണ്ട്. അത്താഴത്തിന് പകരമായിട്ട് 7 ദിവസത്തേക്കോ 14 ദിവസത്തേക്കോ ഒക്കെ മരുന്ന് കഞ്ഞി കുടിക്കണതാണ് നല്ലത്.